എൻ്റെ അടുത്ത് വരുന്ന കൺസൾട്ടേഷനിൽ ഒരു 40% സ്വന്തം അമ്മമാരും മക്കൾക്ക് കൂടോത്രം ചെയ്യുന്ന ദൂർക്കർമ്മ ബ്ലാക്ക് മാജിക് ചെയ്ത് നശിച്ച് മരണത്തിലോട്ട് നട്ടല് തളർത്തി കളഞ്ഞ ഭാര്യമാരെ എനിക്കറിയാം. കൈവശം കൊടുക്കുന്നൊക്കെ ഒരുപാട് നമ്മൾ ഉദ്ദേശിക്കാത്ത ഡിഫറെന്റ് മേഖലകളുണ്ട് ഇതിനകത്ത്. മെൻസസ് ബ്ലഡ് വരെ പൊടിച്ചിട്ടിട്ട് ഈ പറയുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ എനർജി ബേസ്ഡ് സൈക്കോളജിക്കൽ പ്രോസസ്സ് അറിയാത്ത ആൾക്കാരാണ് സ്പിരിച്വൽ മേഖല നിൽക്കണമെങ്കിൽ തീരുമാനമാണ്, കുടുംബം തകരും. അപ്പൊ ഇത്രയൊക്കെ പറയാനായിട്ട് ബാബാജിയുടെ യോഗ്യത എന്താ? എനിക്ക് ഒരു യോഗ്യത ഇല്ല എന്നുള്ളൊരു വിശ്വാസമാണ് എൻ്റെ യോഗ്യത. സ്പിരിച്വൽ ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ സ്പിരിച്വൽ ഭയങ്കര സൂപ്പറാണ്. പലപ്പോഴും നമ്മുടെ അച്ഛനമ്മമാർക്കൊക്കെ ചിന്തയുണ്ട്, ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിലും അമ്പലങ്ങളിലൊക്കെ പോകുന്ന ആൾക്കാരാണ്, നീ പോകുന്നില്ലല്ലോ, എന്തിനാ പോകുന്നത്? നമ്മുടെ ശരീരം തന്നെ പുള്ളിയുടെ സൃഷ്ടിയല്ല. നമ്മുടെ വിശ്വാസം അനുസരിച്ച് ആ ശരീരത്തെ വെച്ചിട്ട് ഞാൻ 1 മണിക്കൂർ മുട്ടൂത്തിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്തിനാ? നമ്മുടെ ശരീരത്തിൽ ഒരു വെള്ളിയോ സ്വർണ്ണോ നിർബന്ധമായിട്ട് നമ്മുടെ ശരീരത്തിൽ വേണം. മിനിമം വെള്ളിയെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഇടണം. മറ്റുള്ളവർക്ക് നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഒരു കഥയായിട്ട് തോന്നുള്ളൂ. മോട്ടിവേഷൻ ആർക്കും വിതറാം, എനിക്കും വിതറാം, ആനും വിതറാം, ആർക്കും വിതറാം. എന്നാ കാര്യം ഇവിടെ മോട്ടിവേഷൻ വിതറിട്ട് ആരെ രക്ഷപ്പെട്ടിട്ടുള്ളത്? ഇത് എന്ത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാലും ഇനി എന്താണെന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ പോകാനാണ് പറയുന്നത്, പ്രാർത്ഥിക്കാൻ പറയുന്നില്ല ഞാൻ. സ്പിരിച്വൽ ഡീപ്രമോട്ട് എന്ന് വെച്ചാൽ എന്താ? ഒന്നുമില്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും നമുക്ക് കാണാൻ പറ്റും, അവർ ഭയങ്കര സ്പിരിച്വൽ ഭയങ്കര ഹൈ പവർ ആയിരിക്കും, വാ തുറന്നാ തീർന്നു. അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നോക്കുമ്പോൾ ഇവരെല്ലാം ഇതിങ്ങനെ ഇവർ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, എല്ലാ ദിവസം അമ്പലത്തിൽ പോകുന്നു, എല്ലാ ദിവസം മുസ്ലിം പള്ളിയിൽ പോയിട്ട് എല്ലാം ചെയ്യുന്നു, ഇവർ ഭയങ്കര അടിപൊളിയാണ്, ഇവർക്ക് എല്ലാം അറിയാം, വേദങ്ങൾ അറിയാം, ബൈബിൾ അറിയാം, എല്ലാം അറിയാം, അതൊക്കെ ശരിയാവും. പക്ഷെ അടുത്ത് പോയി നിൽക്കാനും പറ്റില്ല, നമുക്ക് ഇവരോട് സംസാരിക്കാനും പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ ഡിപ്രമോട്ട് എന്നൊരു സാധനം ഉണ്ട്. എന്ന് പറഞ്ഞാൽ സ്പിരിച്വലി ഉയർന്നു കഴിയുമ്പോൾ അതുപോലെ തന്നെ താഴെ വീഴും, നമുക്കൊരു കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ സന്യാസിമാരിൽ കള്ള സന്യാസിമാരുണ്ട്, അവർ ഭയങ്കര അറിവുള്ളവരായിരിക്കും. അതായത് എവിടെ നിന്നൊക്കെയോ എഴുതി വെച്ചിട്ട് പറയുന്നതല്ല അറിവ്. മഹാഭാരതം വായിച്ചു, അതിന്ന് പറയാൻ ആർക്കാ അറിയില്ലാത്ത? മനസ്സിലായോ? ഇനിയിപ്പോ ബൈബിള് വായിച്ച് പഠിച്ച് അതിൽ നിന്ന് കുറെ കോഴ്സ് ഉപയോഗിച്ച് പറഞ്ഞാൽ അത് അറിവാവും? അത് അറിവാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിനുള്ള ഇപ്പോൾ ഖുറാൻ വായിച്ച് പഠിച്ച് അതിൽ നിന്ന് പറയുന്നതാണ് അറിവല്ല. ആ ഖുറാൻ അല്ലെങ്കിൽ ബൈബിള് ഈ പറയുന്ന ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിന്റെ അനുഭവമായിട്ട് വരുന്നതാണ് അറിവ്. ഇപ്പോൾ ഒരു ബൈബിൾ വായിച്ചു നോക്കിയിട്ട് ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സംസാരിക്കുന്നത് എന്നാ ബുദ്ധിമുട്ട്? നെറ്റിലടിച്ചു നോക്കിയാൽ പോലെ ഇൻഫർമേഷൻ ഇല്ല. അതിൽ നിന്ന് ഞാൻ എന്ത് സ്വീകരിച്ചു, ഞാൻ എന്ത് ചെയ്യുന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വലായിട്ട് പ്രൊമോട്ട് ആവും, താഴത്തോട്ട് പോകും. അവർ ഭയങ്കര നെഗറ്റീവായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞു തന്നെ. നമ്മൾ ചിന്തിക്കും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന അമ്മച്ചിയാ, വാ തുറന്ന പ്രശ്നം. എന്താ അങ്ങനെ സംഭവിക്കുന്നത്? ഒന്നുമില്ല. ആ എനർജി അവിടെ കൂടെ ഇല്ല. ഇന്നത്തെ അവർക്ക് പള്ളിയിൽ പോകുന്ന പ്രശ്നമുണ്ടോ? പള്ളിയിൽ പോകാൻ സംസാരിക്കാം, എന്തുകൊണ്ടും ചെയ്യാം. പക്ഷെ ആ എനർജി കൂടില്ല, ഒരിക്കലും അവർ സ്പിരിച്വൽ ആവില്ല, അവർ സ്പിരിച്വൽ അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെയാണ് ഡിപ്രൊമോട്ട്. ഇങ്ങനത്തെ ഒരുപാട് മനുഷ്യരുണ്ട്. സ്പിരിച്വൽ ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ സ്പിരിച്വൽ ഭയങ്കര സൂപ്പറാണ്. പലപ്പോഴും നമ്മുടെ അച്ഛനമ്മമാർക്കൊക്കെ ചിന്തയുണ്ട്, ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിലും അമ്പലങ്ങളിലൊക്കെ പോകുന്ന ആൾക്കാരാണ്, നീ പോകുന്നില്ലല്ലോ, എന്തിനാ പോകുന്നു? അവരുടെ വിചാരം അങ്ങനെ പോയില്ലെങ്കിൽ എന്തോ തെറ്റാന്നാ. അങ്ങനെ പോകുന്നല്ല, മര്യാദയ്ക്ക് ജീവിക്കുന്നതാണ് തെറ്റ്. മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിലാണ് തെറ്റ്, മര്യാദയ്ക്ക് ജീവിക്കുന്നതാണ് ശരി. ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാൻ ആരും ഉപദ്രവിക്കാതെ എനിക്ക് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ചെറിയ ഹെൽപ്പെങ്കിലും ചെയ്ത് കൊടുത്ത് പോകുന്നതാണ് ഈശ്വരന് വേണ്ട ഒരേ ഒരു കാര്യം. അല്ലാതെ ഈശ്വരൻ നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഈശ്വരൻ ഉണ്ടാക്കിയ വസ്തുക്കൾ തന്നെ ഈശ്വരനെ കൊണ്ടു കൊടുത്തിട്ട് ഞാൻ നിനക്ക് എന്തോ തന്നു എന്ന് പറയുന്നത് ഭയങ്കര തെറ്റായ ചിന്തയല്ലേ? മെഴുകുണ്ടാക്കിയത് നമ്മളാണോ? അല്ലല്ലോ, സൃഷ്ടിയല്ലേ. പാലുണ്ടാക്കിയത് ആരാ? സൃഷ്ടിയല്ലേ. പൂക്കളുണ്ടാക്കിയത് ദൈവമല്ലേ. ഈ പറയുന്ന എല്ലാം ഉണ്ടാക്കിയത് ദൈവമല്ലേ. അത് തന്നെ നമ്മൾ ദൈവത്തിന് കൊണ്ടു കൊടുത്തിട്ട് ഞാൻ എന്തോ കൊണ്ടു തന്നു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം ചെയ്ത് പുള്ളിയല്ലേ. നമ്മുടെ ശരീരം തന്നെ പുള്ളിയുടെ സൃഷ്ടിയല്ലേ. നമ്മുടെ വിശ്വാസം അനുസരിച്ച് ആ ശരീരത്തെ വെച്ചിട്ട് ഞാൻ 1 മണിക്കൂർ മുട്ടൂത്തിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്തിനാ? എന്നാ ആവശ്യമാണ് അതിനകത്ത്? ഒന്നുമില്ല. ഇത് നമ്മുടെ തോന്നലുകളാണ്. അൾട്ടിമേറ്റ് നമ്മളെ ഫോക്കസ് ചെയ്താൽ മതി. നമ്മളെ നോക്കുക, നമ്മളെ ഫോക്കസ് ചെയ്യുക, നമ്മൾ കുറച്ച് ബെറ്റർ ആവുക, നമ്മുടെ ഉള്ളിലിരിക്കുന്ന അലമ്പ് മൈൻഡിനെ എടുത്ത് കളയുക, സമാധാനം കിട്ടും. ചേട്ടൻ്റെ ഈ ഒരു വേഷത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കുരിശുണ്ട്, രുദ്രാക്ഷം ഉണ്ട്, അതേപോലെ തന്നെ കാലിലെന്താ? കാലിലൊരു എനർജൈസ് ചെയ്തിരിക്കുന്ന ഒരു വളയാണ്. പഞ്ചലോഹം കൊണ്ട് പഞ്ചലോഹത്തിന്റെ വള. അതെന്താ ആക്ച്വലി അങ്ങനെ ഇടാനുള്ള ഒരു റീസൺ?
നമ്മുടെ കാലും നമ്മുടെ ഭൂമിയും നമ്മളും തമ്മിൽ ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട് ഇപ്പോഴും. എനർജി, അതായത് ഈ പറഞ്ഞ എനർജി നമ്മൾ എടുക്കുന്നത് ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് ചില മണ്ണുകളിൽ ഇപ്പം ഞാൻ ചില നെഗറ്റീവായ എനർജികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പോകുന്നതാണ്, ചില സ്പിരിച്വൽ സ്ഥലങ്ങളിൽ പോകുന്ന ചില വീടുകൾ, ഹോണ്ടഡായ വീടുകൾ വിസിറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ എനിക്കൊരു എനർജി വേരിയേഷൻ സംഭവിക്കാൻ പാടില്ല. എനിക്ക് എനർജി വേരിയേഷൻ സംഭവിച്ചാൽ അതെൻ്റെ ബ്രെയിനെ ബാധിക്കും. എനിക്ക് എടുക്കുന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആവില്ല. അതായത് ഞാനിപ്പോൾ ഒരു മണ്ണിൽ ചവിട്ടി കഴിഞ്ഞാൽ ആ മണ്ണിൻ്റെ ദോഷം എന്താണ്, അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും. ഇത് എന്തെങ്കിലും തരത്തിലുള്ള എനർജി വേരിയേഷൻ സംഭവിച്ചാൽ എനിക്ക് ഡേറ്റ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും, മാനിപ്പുലേഷൻ വരും ഡേറ്റാ ബേസിൽ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ രുദ്രാക്ഷം, ഇത് ഞാൻ ജപിക്കുന്ന രുദ്രാക്ഷമാണ്. ഇത് രുദ്രാക്ഷത്തിന് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ ഞാൻ പോസിറ്റീവ് ആണെങ്കിൽ ഈ രുദ്രാക്ഷം ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. ഞാൻ നെഗറ്റീവ് ആണെങ്കിൽ ഈ രുദ്രാക്ഷം ഭയങ്കര നെഗറ്റീവ് ആവും. എന്ന് പറഞ്ഞാൽ രുദ്രാക്ഷത്തിന് എനർജി എടുക്കാനും സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. ഏത് എനർജിയാണോ അത് രുദ്രാക്ഷം സ്റ്റോർ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഈ രുദ്രാക്ഷം ഞാൻ എല്ലാ മനുഷ്യനെ സംബന്ധിച്ചിട്ടും നമ്മൾ ഇമോഷണൽ ഡൗൺ ആവുന്നൊരു അവസ്ഥ നമുക്ക് വരും. ഇപ്പം ഞാൻ എത്ര സ്പിരിച്വൽ ആവുന്നതിൻ്റെ കാര്യമില്ല. ചിലപ്പോൾ എനിക്കൊരു ഫാമിലി ഇഷ്യൂവോ ഒരു പേഴ്സണൽ ഇഷ്യൂസോ എനിക്കൊരു കൂട്ടുകാരൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാനും എല്ലാവരെ പോലെ തന്നെ ചിലപ്പോൾ ഡൗൺ ആയി പോകും. 1-2 ദിവസമൊക്കെ ചിലപ്പോൾ ഡൗൺ ആയി പോകും. നമുക്ക് ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന മറ്റുള്ളവരോട് പറയുമ്പോൾ, ഞാനിപ്പോൾ എന്ത് കഥ പറഞ്ഞാലും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കൊന്നും അത് ആവണമെന്നില്ല. അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതം. നമ്മൾ പുറത്തിറങ്ങി വലിയ കഥയായിരിക്കും, വീടിൻ്റെ അകത്ത് നമ്മൾ കഥയായിരിക്കും, വീട്ടുകാരെ കുറേ ഇങ്ങനെ അടിക്കും, കഥയാണെന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഈ രുദ്രാക്ഷം എടുത്ത് കൈ പിടിക്കുകയോ അല്ലെങ്കിൽ രുദ്രാക്ഷം ഞാൻ എൻ്റെ കഴുത്തിലിടുകയോ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ അത്രയും നാൾ ഡെവലപ്പ് ചെയ്ത എനർജി ഉണ്ടല്ലോ, അത് പെട്ടെന്ന് എൻ്റെ ബോഡിയിലോട്ട് സ്പ്രെഡ് ആവാൻ തുടങ്ങും. അതാണ് രുദ്രാക്ഷത്തിൻ്റെ പ്രത്യേകത. ഇനി കുരിശ്, ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുകയല്ല, എൻ്റെ കൂടെ എപ്പോഴും ഉള്ളൊരു എനർജിയാണ്. ജീസസ് ക്രൈസ്റ്റിനെ എന്തുകൊണ്ടാണ് അത്രയും ഡെപ്തിൽ നിൽക്കുന്നത് പറഞ്ഞാൽ, ജീസസ് ക്രൈസ്റ്റിൻ്റെ ഓറ അനുസരിച്ചിട്ട് പിശാച് ബാധിതരുമായിട്ടാണ് കൂടുതൽ കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അതായത് അശുദ്ധിയായ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തോട്ട് പറഞ്ഞയക്കാനുള്ള ഒരു ഉദ്യമമാണ് ഏറ്റവും കൂടുതൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ കർമ്മ മേഖലയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ നിൽക്കുന്ന കർമ്മ മേഖലയും അങ്ങനത്തെ മേഖലയാണ്. അതായത് എൻ്റെ അടുത്തോട്ട് കാണാൻ വരുന്നത് നെഗറ്റീവ് പിശാച് ബാധിതരായ മനുഷ്യരും നെഗറ്റീവ് സോൾ പ്രസൻസ് ഉള്ള മനുഷ്യരും നെഗറ്റീവ് എനർജികൾ. ഒരു സോളിൽ തന്നെ എൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫേസുകളുണ്ട്. ഇത്തരത്തിലുള്ള മനുഷ്യരാണ്. അപ്പോൾ എന്നെ സഹായിക്കുന്നത് ജീസസ് ക്രൈസ്റ്റാണ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ശിവനാണ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് തുടങ്ങിയിട്ട് എൻ്റെ ഗുരുവായി വരുന്നത് കൃഷ്ണനാണ്, എനിക്ക് ഉപദേശം തരുന്നത് കൃഷ്ണനാണ്. എൻ്റെ പരമ്പരയെ അതാണ്, കൃഷ്ണ പരമ്പരയാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാവരുമാണ് എന്നെ സംരക്ഷിക്കുന്നത്. ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വാല്യൂ ഇല്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്കിതൊന്നും അതിനുള്ള കഴിവില്ല. ഞാൻ സാധാരണ മനുഷ്യൻ്റെ ഒരാളാണ്. പക്ഷെ ഞാനൊരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള സാന്നിധ്യമാണ് എന്നെ അത് സംരക്ഷിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെല്ലാം അതിനു വേണ്ടി ഞാൻ എൻ്റെ ഒരു ബോധത്തിന് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കുമ്പളങ്ങ, പിന്നെ കോഴിമുട്ട തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാവർക്കും പ്രകൃതിയായിട്ടൊരു ഒരു ബ്ലെസ്സിങ് ഉണ്ട് ഇത്തരത്തിലുള്ള വസ്തുക്കൾക്ക്. ചന്ദനക്കുറി, ഇത് സ്പിരിച്വൽ ആവാനല്ല. ഈ ചന്ദനക്കുറി ഞാൻ തന്നെ 10,000-2,000 രൂപയ്ക്ക് വാങ്ങിച്ചു വെക്കുന്ന ചന്ദന കഷ്ണം അരച്ച് എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ ഒരു വൈബ്രേഷൻ അടിക്കാൻ തുടങ്ങും എല്ലാ ദിവസവും. ഈ വൈബ്രേഷൻ ചിലപ്പോൾ ഇത് ഭയങ്കര ഹീറ്റ് ആവും. ആ സമയത്ത് നമുക്ക് ചന്ദനം തൊടുകയോ ഭസ്മം തൊടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം കിട്ടും. നമ്മൾ ഈ പള്ളികളിൽ ആനവെള്ളം എടുത്ത് നമ്മൾ നെറ്റി തൂക്കൂലേ, ഒന്നുമില്ല. ഇവിടെ തണുപ്പ് കിട്ടി കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിന് ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും ആ സംഭവം. അതാണ്. പിന്നെ വസ്ത്രം, എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുന്നേ വരെ ഒരു കീറി ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് എൻ്റെ ഇൻസ്റ്റയിൽ ഞാനത് കളഞ്ഞിട്ടൊന്നുമില്ല, അവിടെ തന്നെ കിടക്കട്ടെ. പഴയ ഞാനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എടുത്തിട്ടാണ്. അങ്ങനെ നടന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അതിലൊന്നും ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല, ഒരു സന്തോഷം കിട്ടുന്നില്ല. അത് ഞാനല്ല. ഇത് ഞാൻ എന്തോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നടക്കുന്നതായിട്ട് എനിക്ക് തോന്നി. മറ്റുള്ളവരെ കാണിക്കാൻ ഞാൻ എന്തോ സംഭവമാണ് തുടങ്ങിയിട്ട് ഞാൻ എന്നെ തന്നെ കാണിക്കാൻ വേണ്ടി. ശരിക്കും അപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ ഇത് ഞാനല്ലല്ലോ, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ പതുക്കെ ഒരു കാവ്യമുണ്ടും ഇതുമായി. ഇതാണ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ പൈസ മുടക്കില്ല ഈ സാധനത്തിന്. ഒരു മുണ്ടെടുത്താൽ സെറ്റാണ്. നമുക്ക് വലിയ അലമ്പില്ലാതെ വലിയൊരു കളർഫുൾ ലൈഫിലൂടെ അല്ലാതെ പോണേന് തെറ്റുണ്ടായിട്ടല്ലാണ്ട് ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മളൊരു പീസ്ഫുൾ മൈൻഡിലോട്ട് പോകുമ്പോൾ ചില കളറുകൾ നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. അതുകൊണ്ട് ഇട്ടാണ്. ഇപ്പം നമ്മൾ കേൾക്കാറുണ്ട്, ജന്മനക്ഷത്രത്തിൽ വരുന്ന കല്ലുള്ള മോതിരം ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി ഉയർച്ച ഉണ്ടാവുന്ന. അത് സത്യമാണോ? ഈ എല്ലാ ഡയമണ്ടുകളും നമുക്ക് പറ്റില്ല. നമുക്ക് എല്ലാ മനുഷ്യർക്കും ഉപയോഗിക്കാൻ പറ്റുന്നത് വെള്ളി, സ്വർണം,
നമുക്ക് ഉപയോഗിക്കാം, വേണമെങ്കിൽ നമുക്ക് പഞ്ചലോഹവും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതെല്ലാം മനുഷ്യർക്കും കോമൺ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം. ഇനി അത് കടന്നിട്ടുള്ള കല്ലുകൾ തുടങ്ങി ഒരുപാട് സ്റ്റോണുകളുണ്ട്, ഡയമണ്ടുകളുണ്ട്. ഇത് നമ്മുടെ ജാതകം, നമ്മളെല്ലാവരും ഇപ്പം നമുക്ക് ഒരാളെ പോയി നോക്കണം നിർബന്ധം, നമുക്ക് നെറ്റിൽ നല്ല വെബ്സൈറ്റ് എടുത്ത് നമ്മുടെ ജാതകം അടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കല്ല് എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള എനർജി വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം എൻ്റെ ശരീരത്തിനെ ബാധിക്കുന്നതിന് മുമ്പ് ഈ 2 വസ്തുക്കൾ, ഈ 3 വസ്തുക്കളായിരിക്കും ഇത് ആദ്യം ബാധിക്കുന്നത്. ഈ 3 വസ്തുക്കൾ ബാധിച്ചതിന് ശേഷമാണ് അത് എൻ്റെ ശരീരത്തിൻ്റെ, എൻ്റെ ഓറയെ ബാധിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതില്ലായിരുന്നെങ്കിലോ, ഇത് ഡയറക്റ്റായിട്ട് എന്നെ ബാധിക്കാൻ തുടങ്ങും ഈ സാധനം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എല്ലാ ദിവസവും ഇത് ഊരി ഇത് കൃത്യമായി എനർജൈസ് ചെയ്യും. എൻ്റെ മോതിരങ്ങളും എൻ്റെ ഇപ്പം എൻ്റെ കൈക്കുന്ന രുദ്രാക്ഷത്തിൻ്റെ മോതിരവും എല്ലാം ഞാൻ എനർജൈസ് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊട്ടക്ഷൻ സ്വീകരിക്കുക. അതായത് ഭൂമിയിൽ ഒന്നുമില്ല, രുദ്രാക്ഷത്തിന് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഒരു നെഗറ്റീവായ എനർജികളെ ജലം വലിച്ചെടുക്കാൻ തുടങ്ങും. ജലം എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഇപ്പോൾ രുദ്രാക്ഷമാലുള്ള ആളുകളാണെങ്കിൽ അതൊരു ഒരു ഗ്ലാസ് വെള്ളത്തിലോ ശുദ്ധമായ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാം. ഇനി മന്ത്രങ്ങൾ ജപിക്കാൻ അറിയാവുന്ന ആളുകളാണെങ്കിൽ ഒരു മന്ത്രം ജപിക്കാൻ, അതിൽ ഓം നമഃ ശിവായ എത്തിക്കാനാണെങ്കിൽ ഒരു 10-15 വട്ടം ആ ജലത്തിലോട്ട് ഓം നമഃ ശിവായ എത്തിക്കാൻ. അതും അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവിടെ ഒരു കുരിശ് വരച്ചാൽ മതി, എന്നിട്ട് എന്തെങ്കിലും പ്രാർത്ഥന എത്തിച്ചാൽ മതി. വെള്ളത്തിന് അതിന്റെ ഫ്രീക്വൻസി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥന എന്താ? ഫ്രീക്വൻസിയാണ്. കൂടിയ അളവിൽ ഫ്രീക്വൻസി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആരാണോ കൂടിയ അളവിൽ ഫ്രീക്വൻസി ഡെവലപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് അവരുടെ പ്രാർത്ഥന കേൾക്കുമെന്നാണ്. പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞാൽ ആ ഫ്രീക്വൻസി ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. അതായത് എനിക്ക് ഒരുപാട് പൈസ വേണമെന്ന്, എനിക്ക് ഒരുപാട് പൈസ വേണം എന്ന് പറയുന്നതും നമ്മുടെ ഉള്ളിലുള്ള എനർജീനെ കൂട്ടിയെടുത്തിട്ട് ഒരു വലിയ തലത്തിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് രണ്ടാണ്. യൂണിവേഴ്സലിൽ നമുക്കുള്ളത് എല്ലാം ഉണ്ട്. നല്ല ജോലി, നല്ല പാർട്ട്ണർ, നല്ല സ്പിരിച്വാലിറ്റി, നല്ല പ്രൊഫഷൻ എല്ലാം ഉണ്ട്. ഇതിനെ പിക്ക് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് പിക്ക് ചെയ്യാനുള്ള കഴിവ് വേണം. ആ പിക്ക് ചെയ്യാനുള്ള കഴിവാണ് ഈ ഉയർന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആവും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഒരു വെള്ളിയോ സ്വർണ്ണോ നിർബന്ധമായിട്ട് നമ്മുടെ ശരീരത്തിൽ വേണം. മിനിമം വെള്ളിയെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഇടണം. നമുക്ക് കുറേ അസുഖങ്ങൾ, എനർജി ബേസിൽ ഒരുപാട് അസുഖങ്ങൾ നമ്മളെ ബാധിക്കില്ല. മനസ്സിലാവുന്നില്ല? ആ അസുഖങ്ങളെല്ലാം നമുക്ക് പിന്നീട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഇടുന്ന ഇപ്പോഴും നല്ലതാണ്. ഒരു അന്ധവിശ്വാസമൊന്നുമല്ല, എൻ്റെ അനുഭവങ്ങളും നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത്, എൻ്റെ അനുഭവത്തിൽ എനിക്കത് ഭയങ്കര പെർഫെക്റ്റ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ പറയാനായിട്ട് ബാബാജിയുടെ യോഗ്യത എന്താ? എനിക്ക് ഒരു യോഗ്യത ഇല്ല എന്നുള്ളൊരു വിശ്വാസമാണ് എൻ്റെ യോഗ്യത. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങൾ ഒട്ടും പെർഫെക്റ്റ് ആയിരുന്നില്ല. അതിലൂടെ ഞാൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും ഞാൻ പിടിച്ച വള്ളികളും ചെറുതല്ലായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവസാനം എനിക്കും ആത്മഹത്യയുടെ വക്കിലോട്ട് പോകേണ്ട വന്നു. ബന്ധങ്ങൾ തകർന്നു, വിശ്വസിച്ച ആളുകൾ ചതിച്ചു, ഞാൻ കുറേ മനുഷ്യരെ വേദനിപ്പിച്ചു. അവസാനം എനിക്ക് സ്പിരിച്വൽ വേയിലൂടെയാണ് എൻ്റെ ജീവിതത്തെ രക്ഷപ്പെടുത്തിയെടുത്തത്. എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം, എൻ്റെ ഗുരു എനിക്ക് തന്ന ബ്ലെസ്സിങ്, പിന്നീട് എനിക്ക് സംഭവിച്ചെല്ലാം വളരെ വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ഏറ്റവും മോശമായ ജീവിതമായിരുന്നു എന്നെ ഇന്നിവിടെ കൊണ്ടെത്തിച്ചത്. അതിനുശേഷം ഉണ്ടായിരുന്ന എൻ്റെ മാറ്റങ്ങളാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിന് വേണ്ടിയിട്ടോ പൈസ മുടക്കിനോ ഒന്നുമല്ല ഞാൻ എപ്പോഴും പറയാറുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറയുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരും, ആനിനും വരും. അന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അന്ന് നമ്മുടെ ചുറ്റും ഒരു മനുഷ്യരുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. അന്ന് നമ്മുടെ കൂടെ ഒരു സ്പിരിച്വൽ, ഒരു പ്രാർത്ഥനയോ ഒരു ദൈവമോ സങ്കല്പം രൂപമായിട്ട് പോലും നിങ്ങൾ വിശ്വസിക്കേണ്ട, അതുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അതിപ്പോഴല്ല വരുന്നത്. നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ ഇല്ലാണ്ടായി തകർന്ന് തരിപ്പെടാൻ പോകുന്നൊരു പോയിന്റിലെത്തും. അതും വേണ്ട, നമ്മളൊരാളെ അമിതമായി സ്നേഹിച്ചു കരുത്, സ്നേഹിച്ചാൽ നമ്മൾ വഞ്ചിച്ചാൽ മതി. ഈ അവസ്ഥയിലോട്ട് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഒറ്റ സെക്കൻഡിലോട്ട് നമ്മൾ ഈ പോയിന്റിലെത്തും. അപ്പോൾ നമ്മളൊരു ആത്മഹത്യയുടെ വക്കിലോട്ടും പ്രശ്നങ്ങളോട്ട് പോകും. ഇന്ന് ഒന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ ഏറ്റവും മോശമായ സാഹചര്യമായിരുന്നു എൻ്റെ യോഗ്യത. ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യരെ ഞാൻ കാണുന്നുണ്ട്, അവരുമായിട്ട് ഇടപഴകുന്നുണ്ട്, അവരുമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഓരോ മാസം ഒരു 50, 60, 70 സൂയിസൈഡ് കേസുകളാണ് ഞാൻ പുറത്തു കിടത്തുന്നത്. അവരെ സപ്പോർട്ട് ചെയ്ത് പുറത്തു കിടത്തുന്നത്. ഇവരെല്ലാം മരിച്ചു പോയാൽ ഇവർക്ക് പകരം ഇവരെ പ്ലേസ് ചെയ്യാൻ അവർ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ നാളെ മരിച്ചു പോയാൽ ആനിന് പകരം ഒരാളവിടെ കൊണ്ടു നിർത്താൻ ആനിൻ്റെ പാർട്ട്ണർക്കും ആൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും ഒരുപാട് സമയം വേണ്ട. ആൻ്റെ തെറ്റുകാരനെയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്തും സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കില്ല. ഇവിടെ തോന്നല, മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് റിയാലിറ്റി. നമുക്ക് ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്.
നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ദൈവവും വരില്ല. അതെന്നെ ഞാൻ പറയുന്നത്. നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ദൈവം വരില്ല, നമ്മൾക്ക് ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യണം, നമ്മൾ ഒറ്റയ്ക്ക് നടക്കണം. നമുക്ക് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തുടക്കം മുതൽ മരണം വരെ നമുക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പ്രശ്നങ്ങളെല്ലാം നമുക്ക് വരുന്നത് സൊല്യൂഷൻ കണ്ടെത്തേണ്ട വിഷയങ്ങൾ മാത്രമാണ് നമുക്ക് വരേണ്ടത്. പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇന്ന് നമുക്കൊരു 10 പ്രശ്നം പോലത്തെ കാര്യം വരും. ആ 10 എണ്ണത്തിന് സൊല്യൂഷൻ കണ്ടെത്തിയ 10 പ്രശ്നം അവിടെ ഇല്ല. ഇനി ഫാമിലി ജീവിതത്തിലോട്ട് കിടക്കുമ്പോൾ അവിടെയും വരും നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തേണ്ട കാര്യങ്ങൾ. പ്രായമാകുമ്പോൾ നമുക്ക് വരും. പ്രൊഫഷണൽ ലൈഫിൽ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ വന്നു പാനിക്കാവാതെ എന്താണോ സംഭവം അതിന് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താൻ മതി. ഈ സൊല്യൂഷൻ കണ്ടെത്താനുള്ള ബോധം നമുക്ക് വേണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡഡ് ആവും, നമ്മൾ പാനിക്കാവും, നമ്മൾ ടെൻഷൻ അടിക്കും. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ പോകുന്ന ഒരു മനുഷ്യർക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു സയന്റിഫിക്കൽ മേഖലയിലൂടെ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുന്നു. ഒരു മരുന്ന് കഴിക്കുകയോ ഒരു സൈക്കോളജിസ്റ്റ് അടുത്ത് പോവുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തവർക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ? അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ വേദന അവർക്കറിയുള്ളൂ, ആ സാഹചര്യം അവർക്കറിയുള്ളൂ. മറ്റുള്ളവർക്ക് നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഒരു കഥയായിട്ട് തോന്നുള്ളൂ. മോട്ടിവേഷൻ ആർക്കും വിതറാം, എനിക്കും വിതറാം, ആനും വിതറാം, ആർക്കും വിതറാം. എന്നാ കാര്യം? ഇവിടെ മോട്ടിവേഷൻ വിതറിട്ട് ആരെ രക്ഷപ്പെട്ടിട്ടുള്ളത്? നമ്മൾ രാവിലെ വൈകുന്നേരം വരെ മോട്ടിവേഷൻ കേൾക്കണം. നമ്മൾ അനുഭവിക്കുന്ന നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല, തൊണ്ടേന്ന് വരില്ല അങ്ങോട്ട്. നമ്മൾ അനുഭവിക്കുന്നത് എന്താണ്, നമ്മുടെ വേദന എന്താണ്, നമ്മുടെ പെയിൻ എന്താണ്, ഇത് നമുക്കേ അറിയുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. നമ്മളായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ടർ, നമ്മളായിരിക്കണം നമ്മുടെ ഹീലർ, നമ്മളായിരിക്കണം നമ്മുടെ മോട്ടിവേഷൻ നമുക്ക് നൽകേണ്ടത്. കാരണം എന്താ? ആ വേദനയെ തന്നെ വേണം നമുക്ക് പറയാൻ. മറ്റുള്ളവർക്ക് നമ്മുടെ കാര്യമൊന്നും മനസ്സിലാവില്ല. ഞാൻ എഴുതി വെച്ചുതരാം. നമ്മുടെ അച്ഛനും മനസ്സിലാവില്ല, നമ്മുടെ അമ്മയ്ക്കും മനസ്സിലാവില്ല, നമ്മുടെ പാർട്ട്നേഴ്സിനും മനസ്സിലാവില്ല. കാരണം എന്താ? അവർ മറ്റൊരു തലത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ്, അവർ മറ്റൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അവരിത് അനുഭവിച്ചിട്ടില്ല. നമ്മൾ അവരനുഭവിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ അവർ നമുക്ക് ഉപദേശം തന്നെ എങ്ങനെയാണ്? അവരെങ്ങനെ നമുക്ക് മോട്ടിവേഷൻ തരുന്നത്? അവരുടെ ജീവിതമായി ബന്ധപ്പെടുത്തിയിട്ട് അവർ നമുക്ക് മോട്ടിവേഷൻ തരുന്നത്. അതെങ്ങനെ നമുക്ക് വർക്കൗട്ട് ആവുന്നത്? നമ്മൾ അനുഭവിക്കുന്നത് വേറെ മേഖലയിലാണ്, നമ്മൾ ജീവിക്കുന്നത് വേറെ കാലഘട്ടത്തിലാണ്. നമ്മുടെ കൂട്ടുകാർ എന്തെങ്കിലും ഡിഫറെൻറ്റാണ്, നമ്മുടെ ഹോർമോൺ ചേഞ്ച് എന്തെങ്കിലും ഡിഫറെൻറ്റാണ്. പൈസ ഇല്ലാത്ത ഒരുത്തനാണെങ്കിൽ മരിക്കണം. ഈ പറയുന്ന കണ്ടീഷനിലൂടെ പോകുന്ന ഒരുത്തനാണെങ്കിൽ ഡോക്ടറെ കാണാൻ പൈസ ഉള്ളവരാണ് ഡോക്ടറെ കാണാം. മറ്റെന്തെങ്കിലും പ്രോസസ്സ് ചെയ്യാൻ കഴിവുള്ളതാണെങ്കിൽ അതും ചെയ്യാം. എത്ര പേരുടെ കയ്യിൽ പൈസ ഉണ്ട് ഒരു പ്രോസസ്സ് ചെയ്യാൻ, ഒന്ന് രക്ഷപ്പെടാൻ, ഒരു തെറാപ്പി ചെയ്യാൻ? എത്ര മനുഷ്യരുടെ കയ്യിൽ പൈസ ഉണ്ടാവും? ഇല്ല. ഇവരെന്ത് ചെയ്യണം? അപ്പോൾ ഇവർ മരിക്കണം, ഇവർ ശല്യമാണെന്ന് വിശ്വസിച്ച് ജീവിതം തുലയ്ക്കണോ? അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം ചവിട്ടി അരയ്ക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കണോ? എന്ത് ചെയ്യണം അവർ? ഇല്ല. ഞാൻ പറയുന്നത് 1 രൂപ പോലും പൈസ മുടക്കില്ലാത്ത കാര്യത്തെ വെച്ച് പറയുന്നത്. ഇത് എന്ത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാലും ഇനി എന്താണെന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ പോകാനാണ് പറയുന്നത്. പ്രാർത്ഥിക്കാൻ പറയുന്നില്ല ഞാൻ, നിങ്ങളോട് മുട്ടുത്തിക്കാൻ പറയുന്നില്ല, മെഴുതിലെത്തിക്കാൻ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ ഞാൻ നിങ്ങളിലോട്ട് തിരിയണം. നിങ്ങളിലോട്ട് തിരിഞ്ഞ് നിങ്ങളുടെ പെയിൻ നിങ്ങൾ അനുഭവിക്കണം. കണ്ണുനീര് വീണ് അവിടെ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾ നടക്കണം. ആരോട് ശത്രുത വേണ്ട, ആരോടും വൈരാഗ്യം വേണ്ട. കാരണം എന്താ? നമ്മുടെ കൂടെ നിൽക്കുന്ന പകുതി 90% ആളുകളും മാനസികമായി ഡിപ്രഷൻ അനുഭവിക്കുന്ന ആൾക്കാരാണ്, മാനസികമായി ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. കാരണം എന്താ? അവരെ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മുടെ അച്ഛനെയും അമ്മേനെയും അവരുടെ മുൻ തലമുറപ്പെട്ട ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവരുടെ കഴിവുകൊണ്ട് അവർ വന്നേ. അവർക്ക് എന്ത് പറ്റും? അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അറിയില്ല. നമ്മുടെ പാർട്ണർ, അവർക്ക് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല, അവർ നമുക്കും സപ്പോർട്ട് ചെയ്തില്ല. നമ്മളിരുന്ന് പരാതിപ്പെട്ടൊരു കാര്യമുണ്ടോ? നമ്മളായിരിക്കണം നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ കഠിന പരിശ്രമങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ മെഡിറ്റേഷൻ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം എടുത്ത് കളഞ്ഞ് ഏറ്റവും പവർഫുൾ ഒരാളായിട്ട് മാറണം. ഇത്രയേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് പൈസ മുടക്കണ്ട, നിങ്ങൾ ഒരാളുടെ മുന്നിൽ പോയി സങ്കടം പറയണ്ട, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഈ പ്രോസസ്സ്, ഞാൻ കൊടുക്കുന്ന പ്രോസസ്സ് എന്താണോ വളരെ സൗജന്യമായിട്ട് കൊടുക്കുന്നത് ഞാൻ തയ്യാറാണ്. എനിക്ക് 1 രൂപ തരണ്ട, ഒന്നുമില്ല. ജീവിച്ചിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. മരിച്ചു പോയാൽ ഇവിടെ ആർക്കും ഒന്നും പോകാനില്ല. ഞാൻ ചത്തുപോയാലും ഇവിടെ ആർക്കും ഒന്നും ഇല്ല. നമ്മളിപ്പോൾ എത്ര വലിയ സ്നേഹമാണെങ്കിൽ പോലും ഒരു ഭാര്യ, ആ ഭാര്യ മരിച്ചു പോയി കഴിഞ്ഞാൽ അവൻ എത്ര നാൾ ജീവിക്കുന്നു വിചാരിക്കുന്നത്? 2-3 മാസം കഴിഞ്ഞാൽ അവൻ അടുത്ത ബന്ധം വരും, അവനടുത്ത കല്യാണം കഴിക്കും, അവൻ തോന്നുന്നുണ്ട് ജീവിക്കുന്നു. കുഞ്ഞുങ്ങളുടെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ വേദനിക്കായിരിക്കും. പിന്നെ ആ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ നോക്കിയിട്ട് പോകും. ഇതെല്ലാം അവസാനം സംഭവിക്കുള്ളൂ. നമ്മുടെ അച്ഛനമ്മയൊക്കെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. ഏതൊരു ബന്ധം കുറച്ച് നാൾ ദുഃഖിക്കും, അത് കഴിഞ്ഞ് നമ്മളില്ല. പിന്നെ നമ്മൾ ഓർമ്മയായി ആർക്ക് വേണ്ടി മരിച്ചു? അവൾക്ക് മാനസികമായ പ്രശ്നം കൊണ്ട് മരിച്ച്. എവിടെ നിന്ന് കിട്ടി നമുക്ക് മാനസികമായ പ്രശ്നം? നമ്മളൊന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന്. മനസ്സിലാവും? ഈ സമൂഹം അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം സമൂഹത്തിനല്ലേ? ഇത്ര പേര് സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് സംരക്ഷിച്ചില്ല? അവരുടെ അച്ഛനമ്മ എന്തുകൊണ്ട് സംരക്ഷിച്ചില്ല? അവർക്ക് എന്താ അവർ സഹായിച്ച ഒരുപാട് കൂട്ടുകാരുണ്ടായാലോ അവരെന്തുകൊണ്ട് വന്നില്ല? അവർക്ക് പാർട്ട്നേഴ്സ് ഉണ്ടായാലോ അവരെന്തുകൊണ്ട് കൂടെ നിന്നില്ല? ഇവരാരും എന്തുകൊണ്ട് കൂടെ നിൽക്കാതെ? ഒറ്റ കാര്യമുള്ളൂ, അവനവൻ്റെ കാര്യം. ഇവിടെ എല്ലാവരും സെൽഫിഷാണ്.
പറയുമ്പോൾ നമുക്ക് വിതറാം മോട്ടിവേഷൻ, സ്നേഹവും ഞാൻ ഭയങ്കര ആത്മാർത്ഥയാണ് അതാണ്. ഒരു സിവിയർ ഘട്ടം വരുമ്പോൾ പോലെ ആരും ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഏറ്റവും പവർഫുള്ളായ ഇതെല്ലാം ഒരു നാടകമാണെന്നും ഈ മനുഷ്യരെല്ലാവരും നാളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുമെന്നും ഇവരൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും, എന്നാൽ അവർക്ക് വേണ്ടി നമുക്ക് നിൽക്കാം എന്നുള്ളൊരു ബോധം നമുക്ക് വരണം. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നാളെ ഒരിക്കലും വീക്കാവും. അന്ന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മുടെ കൂടെ നിർത്താതെ നമ്മൾ സ്ട്രോങ് ആയിട്ട് അവരുടെ കൂടെ നിൽക്കാന്നുള്ള. നമ്മുടെ അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ നമ്മൾ നിൽക്കുക, നമ്മുടെ പാർട്ട്ണറിൻ്റെ കൂടെ നമ്മൾ നിൽക്കുക, മറ്റുള്ളവരുടെ കൂടെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അതിന് നമുക്ക് എന്ത് വേണം? ഒന്നുമില്ല, ബോധം വേണം. നമ്മൾ എവിടെ നിൽക്കുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്, എവിടെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്, എവിടെയാണ് നമ്മൾ സ്ട്രോങ് ആവേണ്ടത്, എവിടെയാണ് നമ്മൾ വിട്ടു കൊടുക്കേണ്ടത്, എവിടെയാണ് നോ പറയേണ്ടത്, എവിടെയാണ് എസ് പറയേണ്ടത് തുടങ്ങിയിട്ടൊരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ നമുക്ക് വേണം. ആ ഐഡിയ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ ഒരാൾ കയറിയിരിക്കരുത്. ഭർത്താവ് പൊസിഷൻ, ഭാര്യ പൊസിഷൻ, കാമുകി പൊസിഷൻ, കാമുകൻ പൊസിഷൻ, അച്ഛനമ്മയും ടോക്സിക് ആയിട്ടുള്ള അച്ഛനമ്മയും പൊസിഷൻ ഒന്നും കയറിയിരിക്കരുത്. പറഞ്ഞാൽ വിശ്വസിക്കില്ല, എൻ്റെ അടുത്ത് വരുന്ന കൺസൾട്ടേഷനിൽ ഒരു 40% സ്വന്തം അമ്മമാരും മക്കൾക്ക് കൂടോത്രം ചെയ്യുന്ന, സ്വന്തം അമ്മമാർ സ്വന്തം ഭാര്യമാർ ഭർത്താവിന് കൂടോത്രം ചെയ്യുന്നു, സ്വന്തം ഭർത്താവ് ഭാര്യമാർക്ക് കൂടോത്രം ചെയ്യുന്നു, മക്കൾക്ക് കൂടോത്രം ചെയ്യുന്നു, ഭർത്താവിന് കൂടോത്രം ചെയ്യുന്നു, സ്വത്തിന് വേണ്ടി. ടോക്സിക്കായ പാരൻറ്റിങ് ഒരു ഉദാഹരണം പറഞ്ഞത് എന്താണെന്ന്, ഒരു അമ്മ ഒരു മകനെ പൊന്നുപോലെ നോക്കി വളർത്തുന്നു, ഭയങ്കര സ്നേഹം, പറയുന്നത് എന്ത് വാങ്ങിച്ചു കൊടുക്കുന്നു, വണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നു, വിദ്യാഭ്യാസം കൊടുക്കുന്നു, വിദേശ രാജ്യത്തോട്ട് പറഞ്ഞയക്കുന്നു, അമ്മ കൂടെ നിൽക്കുന്നു, അമ്മ സംരക്ഷിക്കുന്നു. ശരിയാണ്, ഒക്കെ സംഭവിച്ചു. ഒരു പെൺകൊച്ചങ്ങ് കയറി വന്ന ഈ മകൻ അത്ര നാൾ അമ്മേനെ നോക്കിക്കൊണ്ടിരുന്ന മകൻ എന്ത് സംഭവിക്കും? ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും കല്യാണത്തിന് ശേഷം. ഒരുപാട് അങ്ങോട്ട് കൺവട്ടാൻ വന്നു തുടങ്ങും. എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണല്ലോ വരണ്ടേ. ഈ അമ്മ കല്യാണം കഴിച്ചപ്പോഴും ഭർത്താവിലോട്ട് പോയതല്ലേ, അല്ലാതെ സ്വന്തം പാരന്റ്സ് നോക്കിക്കൊണ്ടിരുന്ന അമ്മയല്ലല്ലോ. എല്ലാവരും അങ്ങനെയാണല്ലോ. ഹോർമോൺ ചേഞ്ച് വരും, സ്നേഹം വരും, അറ്റാച്ച്മെന്റ് വരും, ഇതെല്ലാം വരും. ആ പെൺകുട്ടി വന്നു കയറുന്ന മറ്റൊരു കുടുംബത്തിൽ നിന്ന് ആ പെൺകുട്ടിക്ക് ആരുണ്ട്? ഈ ഭർത്താവ് അല്ലാതെ. നമുക്കത് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എന്ത് സംഭവിക്കും? അമ്മ ടോക്സിക് ആവാൻ തുടങ്ങും. അടുത്ത വന്ന ഡയലോഗ് തലയണ മന്ത്രമാണ്. നീ ഒരു പെണ്ണിന്റെ വാക്കാണ് കേൾക്കേണ്ടത്. അവള് പറഞ്ഞു ഞാനൊരു അമ്മയല്ലേ, പാനിക്കാൻ വന്നു തുടങ്ങും. ഇനി അതിന്റെ അപ്പുറത്തൊരു അർത്ഥം സംഭവിക്കുന്ന പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കുറയാൻ തുടങ്ങും. ഒരു പുരുഷനെ സംബന്ധിച്ചിട്ട് ഒരു പെൺകൊച്ചി കയറി വരുമ്പോൾ രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഇനി ജോലി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ ഇവന്റെ സാലറി ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും പോകുന്നത്, നോക്കുന്നത് പെൺകുട്ടിയായിരിക്കും. ചിലപ്പോൾ ഇതൊന്നും ഈ അമ്മമാർക്ക് ഇഷ്ടപ്പെടില്ല, ടോക്സിക് മെന്റാലിറ്റിയിലോട്ട് പോകും. അപ്പം എന്ത് ചെയ്യും? ബന്ധം തകർക്കണം. ആ പെൺകുട്ടിയുമായിട്ട് യുദ്ധത്തിലിട്ട് പോകും. ഒരു കുടുംബത്തിൽ നിന്ന് കയറി വന്ന ഒരു പെൺകുട്ടി എന്തിനാണ് അമ്മായിമ്മയും ആ മരുമോളും തമ്മിൽ എന്തിനാണ് വഴക്കുണ്ടാവുന്നത്? ഇനി ഈ അമ്മായിമ്മയുടെ സ്വന്തം മോള് വേറെ കുടുംബത്തിലോട്ട് പോയി അതവർ സമ്മതിക്കില്ല. അത് ദ്രോഹമാണ്, ഉപദ്രവമാണ്. വേറൊരു കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി നമ്മുടെ കുടുംബത്തിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ അത് പറ്റില്ല. അത് പറയുന്ന പോലെ കേൾക്കണം, പറയുന്ന പോലെ വരച്ച വരയിൽ നിൽക്കണം. അത് എൻ്റെ മകനോട് കൃത്യമായി കഴിവാണ്, രാത്രി പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇത് നമ്മൾ കാണുന്നതല്ല കേട്ടോ, ഇതിൻ്റെ സിവിയർ സാധനമുണ്ട്. ഞാൻ കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ട് പറയുന്നുണ്ടാ. എന്ത് പറ്റും? ഇവനെ കുറ്റം പറയാൻ തുടങ്ങും, ബന്ധം തല്ലി പിരിയിപ്പിക്കും. എന്നിട്ട് അതും പിരിഞ്ഞില്ലെങ്കിൽ നേരെ പോയി കൂടോത്രം ചെയ്യും. എന്നിട്ട് ഈ മകനെ അമ്മയിലോട്ട് വലിച്ചെടുക്കും, ആ പെൺകൊച്ചിനെ കുഞ്ഞുങ്ങളെ തള്ളിക്കളയും. കൂടോത്രം ചെയ്യുമ്പോൾ എന്ത് പറ്റും? മകൾക്ക് മാത്രം, മരുമകൾക്ക് മാത്രമല്ല മകനെയും ബാധിക്കാൻ തുടങ്ങും. ആ വീടിൻ്റെ അകത്തൊരു നെഗറ്റീവ് എനർജീനെ വിളിച്ചു വരുത്തുന്നതാണ് കൂടോത്രം. ആ കൂടോത്രം വിളിച്ചു വരുത്തുന്നത് സ്വന്തം അമ്മയുടെ ശരീരത്തിലൂടെയാണ് കൂടോത്രം ചെയ്യുന്നത്. മനസ്സിലാവുന്നല്ലോ. നഗ്നമായി നിന്ന് മന്ത്രങ്ങൾ ജപിക്കുക, ഒരുപാട് മോശപ്പെട്ട കർമ്മങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഈ പറയുന്ന വശ്യം ചെയ്യുക, കൂടോത്രം ചെയ്യുക, കൈവശം കൊടുക്കുക. കൈവശം കൊടുക്കുന്നതൊക്കെ ഒരുപാട് നമ്മൾ ഉദ്ദേശിക്കാത്ത ഡിഫറെൻറ്റ് മേഖലകളുണ്ട് ഇതിനകത്ത്. ഇനി ഏതെങ്കിലും ഒരു ചെറുക്കനെ, ഏതെങ്കിലും ഒരു പുരുഷനെ വശീകരിക്കണം, അവൻ്റെ സ്വത്ത് വലിച്ചെടുക്കണം, എന്ത് ചെയ്യണം? മെൻസസ് ബ്ലഡ് വരെ പൊടിച്ചിട്ടിട്ട് ഈ പറയുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. എനർജി ബേസിൽ ഭയങ്കര വളകറായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ത് പറ്റും? കംപ്ലീറ്റുമായി വശപ്പെട്ടു, അനങ്ങാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പെണ്ണെന്ത് പറയുന്നു അല്ലെങ്കിൽ ആ പുരുഷൻ എന്ന് പറയുന്നു അനുസരിപ്പിക്കും. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഡയമെൻഷനാണ് ഈ കാര്യങ്ങൾ മൊത്തം നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഒരു സ്പിരിച്വൽ പവർ വേണമെന്ന് പറയുന്നത് നമ്മുടെ കൂടെ. ഇത് സ്പിരിച്വൽ പവർ എന്ന് പറയുന്നത് എനർജി ആയിട്ട് എടുത്താൽ മതി. ഒരു പോസിറ്റീവായ എനർജി, അതിൻ്റെ അപ്പുറത്ത് വളരെ കൃത്യമായിട്ട് നെഗറ്റീവ് എനർജി ഉണ്ട്. ഇത് കൃത്യമായി ബൈബിളിൽ പറയുന്നുണ്ട്. പിശാചും ഈ പറയുന്ന ദൈവവും രണ്ടും എനർജിയാണ്. ആരാണോ ഏറ്റവും കൂടുതൽ എനർജിനെ നമ്മൾ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നത്, ഈ നെഗറ്റീവ് എനർജി നമ്മൾ ബാധിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഏത് പോയിന്റിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? എവിടെയാണ് ഇതിൻ്റെ ഇഷ്യൂ വരുന്നത്? ഒരാളെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചിരിക്കുന്നുണ്ടോ, നമുക്ക് വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ഉറപ്പായിട്ടും ആ വ്യക്തിയുടേതായ താല്പര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. നീ ആ വ്യക്തിക്ക് വേണ്ടി അറ്റൻഷൻ ആവാം, സ്നേഹമാവാം, ഇനി എന്ത് വേണമെങ്കിലും ആവാം. സ്നേഹം കൂടിപ്പോയി എന്ത് പറ്റും? എന്തെങ്കിലും കുറഞ്ഞു പോയാൽ അത് നാളൊരിക്കലും സംശയരോഗമായിട്ട് മാറും, നാളൊരിക്കലും ഇഷ്യൂ ആയിട്ട് മാറും.
ഇനി കുറഞ്ഞു പോയത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിട്ട് ഫുൾ ടൈം ഒന്ന് ഒരു പുരുഷനെ നോക്കിയിരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാനോ പറ്റൂല. കാരണം എന്താ, ഒരുപാട് ഹോർമോൺ ചേഞ്ച് നടക്കുന്ന ബോഡിയാണ്, ഒരുപാട് മാനസികാവസ്ഥയിൽ ഒരുപാട് ചേഞ്ചുകൾ വരും, കൺസെപ്റ്റുകൾ ചേഞ്ച് വരും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ സമയത്ത് ഈ പറയുന്ന പുരുഷൻ എന്ത് വിചാരിക്കും, അവൾ ജോലിക്ക് പോകുന്നതിന് എന്തോ ഒരു അവിഹിതമുണ്ട്. സീരിയസ് ആയിട്ട് പറയാട്ടാ, എന്തൊരു അവിഹിതമുണ്ട്. ഇവൻ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഈ പയ്യൻ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത്ര നാൾ വളരെ സ്നേഹത്തോടെ ഈ പെൺകുട്ടിക്ക് എന്ത് പറ്റി, ചിലപ്പോൾ തൈറോയ്ഡ് ഇഷ്യൂ ആയിരിക്കാം. പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് ഞാൻ ഓപ്പണായിട്ട് പറയാമല്ലോ, ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നടക്കുന്ന ഹോർമോണിക് മാറ്റങ്ങളെ പറ്റി ഒരു ധാരണയില്ല. അമ്മമാർ പറഞ്ഞു കൊടുക്കൂല ഇതിനെ പറ്റി. ആകെ വരുന്നത് പീരീഡ്സ് ആവും, പീരീഡ്സിൽ മൂഡ് സ്വിങ്സ് ഉണ്ട്. ഈ രണ്ട് കാര്യത്തിൻ്റെ അപ്പുറത്തോട്ട് ഇതൊന്നും അറിയാൻ പാടില്ല, പഠിപ്പിക്കുന്നില്ല, പറഞ്ഞു കൊടുക്കുന്നില്ല എന്നാണ് തരും. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും, ഈ പെൺകുട്ടിക്ക് സ്നേഹമില്ല, ഇവൻ നേരെ പോയിട്ട് ഏതെങ്കിലും ഇങ്ങനെ നോക്കുന്ന ആളുകളുടെ അടുത്തോട്ട് ചെല്ലും. ഇവന്മാർക്ക് സ്ഥിരം ടിപ്പിക്കലായിട്ട് ചില കാര്യങ്ങളുണ്ട്, കൂടോത്രം, ബാധാദോഷം, ദുർമരണം. ഈ 3-4 സെഗ്മെന്റിലായിരിക്കും ഇവന്മാരൊന്നും സംസാരിക്കുന്നത്. അത് പറയും ഭാര്യയും വേറൊരാളും തമ്മിൽ ബന്ധമുണ്ട്, ഒരു കൈവശം കിട്ടിയിട്ടുണ്ട്, മാറ്റണം, 25,000 ചിലവ് വരും. അവിടെ മുതൽ തീർന്നോ. അതായത് സ്പിരിച്വലായിട്ട് നിൽക്കുന്ന ആൾക്കാരെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യും. ഈ വരുന്ന ആൾക്കാരെ ബിസിനസ്സിലോട്ട് കൺവേർട്ട് ചെയ്യാം. പിന്നെ ബിസിനസ്, അതെ ഈ ആളെ പിന്നെ ബിസിനസ്സിലോട്ട് കൺവേർട്ട് ചെയ്ത് ഇവൻ്റെ പൈസയും കയ്യിൽ വാങ്ങിച്ചെടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു കുഴപ്പമില്ല പെൺകുച്ചിന്. സൈക്കോളജിക്കൽ പ്രോസസ്സ് അറിയാത്ത ആൾക്കാരാണ് സ്പിരിച്വൽ മേഖലയിൽ നിൽക്കണമെങ്കിൽ തീരുമാനമാണ്, കുടുംബം തകരും. ഇനി ഒരു പുരുഷനെ സംബന്ധിച്ചാണെങ്കിൽ ഏതൊരു പുരുഷനെ സംബന്ധിച്ചിട്ടും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നാൽ തകരും കുടുംബജീവിതം. ഭാര്യനെ സ്നേഹിക്കാൻ പറ്റില്ല, കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല, രാത്രി ഉറക്കം ഉണ്ടാവില്ല, ചിലപ്പോൾ മദ്യപാനം കൂടും, ചിലപ്പോൾ സമാധാനം കിട്ടുന്ന എവിടെയാണ് അവിടെ പോയിരിക്കും, ചിലപ്പോൾ കൂട്ടുകാരോട് സംസാരിക്കും. ഇതാണ് അപ്പോൾ ഒരു ഭാര്യനെ സംബന്ധിച്ച്, ടോക്സിക്കായ ഭാര്യനെ സംബന്ധിച്ചിട്ട് ആ ഭാര്യ എന്തായിരിക്കും ചിന്തിക്കുന്നത്, ഇവരെന്തോ ഒരു മാറ്റം, ഇവരെന്ത് ഇങ്ങനെ പെരുമാറുന്നത്, എന്തോ ഒരു അവിഹിതമുണ്ട്, ഒന്ന് പോയി നോക്കാം. മറ്റവൻ അവിടെ നിന്ന് പ്രശ്നം വെച്ച് നോക്കിയിട്ട് പറയും, വെറുതെ അങ്ങ് തട്ടിവിടും, ഒരു സ്ത്രീയുടെ സാന്നിധ്യം കാണുന്നുണ്ട് എന്ന് പറയും, തീർന്നു. പിന്നെ ആ പെൺകുട്ടി എവിടെന്നെങ്കിലും കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി കർമ്മങ്ങൾ ചെയ്യാനും പൂജ ചെയ്യാനും ഒരു കുറേ നാളിങ്ങനെ കൊടുത്ത് കുറേ ഈ പറയുന്ന ഭസ്മങ്ങളും ഈ പറയുന്ന പോയിസൺ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ പുരുഷന് കഴിക്കാൻ വേണ്ടി കൊടുക്കും. ആ പുരുഷൻ്റെ ആരോഗ്യം നശിക്കും, കാര്യം ചെയ്യും. ഭർത്താവിൻ്റെ സ്വത്ത് എടുക്കാൻ വേണ്ടി കർമ്മം ചെയ്ത ദൂർക്കർമ്മങ്ങൾ, ബ്ലാക്ക് മാജിക് ചെയ്ത് നശിച്ച് മരണത്തിലോട്ട് നട്ടല് തളർത്തി കളഞ്ഞ ഭാര്യമാരെ എനിക്കറിയാം. എന്നെ വിളിച്ചിട്ടുണ്ട്, ഒപ്പിട്ട് തരുന്നില്ല എന്ന് പറഞ്ഞു, സ്വത്ത് ഒപ്പിട്ട് തരുന്നില്ല എന്ന് പറഞ്ഞു. എന്ത് മൈൻഡായിരിക്കും അത്. അത് ഞാൻ പറയുന്നത്, കൂടെ നിൽക്കുന്ന ആൾക്കാരൊന്നും നമുക്ക് എങ്ങനെ വിശ്വസിക്കണം നമുക്ക് അറിയാൻ പാടില്ല. നമ്മളെ സേഫ് ആക്കാം. ഇതിനിടയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യരെയും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു മാറ്റങ്ങളും വരുത്താൻ പറ്റില്ല. ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മളെ അത്രേ ഉള്ളൂ. നമുക്ക് അവെയർ ആയിരിക്കുക എന്നുള്ളത്. നമ്മൾ സ്ട്രോങ് ആവുക, എനർജി ബേസിൽ നമ്മൾ സ്ട്രോങ് ആവുക. അതിന് നിങ്ങൾക്ക് ഒരു പൈസ മുടക്കില്ല. കൃത്യമായ ഒരു ട്രഡീഷണൽ മെത്തേഡ് എടുത്താൽ നിങ്ങൾക്ക് സ്ട്രോങ് ആവും.